ഹലോ, വെൽക്കം ബാക്ക് ടു ക്ലാസ് ബെൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡൽ ഓക്സിലിയറീസ് ആണ്. ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ ഓക്സിലിയറി വെർബ്സ് പഠിച്ചിരുന്നു, ഹെൽപ്പിംഗ് വെർബ് ആണെന്ന് അല്ലേ. അപ്പോൾ അതിന് മോഡൽ ഓക്സിലിയറീസ് ആണ് ഇവിടെ ഉള്ളത്. മോഡൽ ഓക്സിലിയറീസ് യൂസ് ചെയ്യുന്നത് എബിലിറ്റി, പോസിബിലിറ്റി, നെസസിറ്റി, പെർമിഷൻ, എബിലിറ്റി ആൻഡ് ഒബ്ലിഗേഷൻ, ഇത്രയും കാര്യങ്ങൾ ഒരു സെന്റൻസിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് മോഡൽ ഓക്സിലിയറീസ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഒരു കഴിവ്, ഒരു സാധ്യത, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം, അല്ലെങ്കിൽ ഒരു പെർമിഷൻ നമ്മൾ ഒരാളോട് ചോദിക്കാനായിട്ട്, നമ്മുടെ ഒരു കടപ്പാട്, അപ്പോൾ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും അഭിപ്രായങ്ങൾ പറയാനും റിക്വസ്റ്റ് ചെയ്യാനും ഒക്കെ നമ്മളെ സെന്റൻസിൽ ഇതൊക്കെ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നവയാണ് മോഡൽ ഓക്സിലിയറീസ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മോഡൽ ഓക്സിലിയറീസ് പുസ്തകത്തിൽ തന്നിട്ടുണ്ട്. ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ്, ought to, ഇവയൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലിയറീസ്. ക്യാൻ എന്ന് പറയുന്നത് ഒരു എബിലിറ്റിയെ അല്ലെങ്കിൽ പോസിബിലിറ്റിയെ അല്ലെങ്കിൽ പെർമിഷൻ, നമ്മുടെ ഒരു കഴിവിനെ എക്സ്പ്രസ് ചെയ്യാൻ, ഒരു സാധ്യതയെ എക്സ്പ്രസ് ചെയ്യാൻ, അതുപോലെ ഒരു അനുവാദം ചോദിക്കാൻ. പുസ്തകത്തിൽ അതിൻ്റെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ആദിത്യ ക്യാൻ സ്വിം വെരി വെൽ, ആദിത്യക്ക് നന്നായിട്ട് നീന്താൻ കഴിയും. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, യു ക്യാൻ സ്പീക്ക് ഫ്രഞ്ച്. അപ്പോൾ നമുക്ക് നമ്മുടെ എന്തെങ്കിലും കഴിവുകൾ മറ്റുള്ളവരോട് പറയണമെങ്കിൽ നമുക്ക് ക്യാൻ ഉപയോഗിച്ച് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഷീ ക്യാൻ ഡാൻസ്. ഇനി പോസിബിലിറ്റി, ഇറ്റ് ക്യാൻ ഗെറ്റ് വെരി കോൾഡ് ഇൻ വിന്റർ, വിന്റർ സീസണും ഭയങ്കര തണുപ്പായിരിക്കും. യു ക്യാൻ ലീവ് ഏർലി ടുഡേ, നിനക്കിത് നേരത്തെ പോവാം, അതൊരു പെർമിഷൻ ആണ്. ഇതിനൊക്കെയാണ് ക്യാൻ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, കുഡ്, യൂസ് ടു എക്സ്പ്രസ് പാസ്റ്റ് എബിലിറ്റി, പോസിബിലിറ്റി, പൊളൈറ്റ് റിക്വസ്റ്റ്. പാസ്റ്റ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കഴിവിനെ സൂചിപ്പിക്കാൻ, ഒരു സാധ്യതയെ, അതുപോലെ വളരെ വിനയത്തോടെ മറ്റുള്ളവരോട് ഒരു കാര്യം ആവശ്യപ്പെടാൻ. വെൻ ഐ വാസ് യങ് ഐ കുഡ് റൺ ഫാസ്റ്റ്, ഞാൻ ചെറുതായിരുന്നപ്പോൾ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഓടാൻ സാധിച്ചിരുന്നു. ഇറ്റ് കുഡ് റെയിൻ ടുമോറോ, നാളെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ? അടുത്തത് മേ, യൂസ് ടു എക്സ്പ്രസ് പെർമിഷൻ, പോസിബിലിറ്റി, എ റിക്വസ്റ്റ്. ഫോർമൽ സിറ്റുവേഷനിലാണ് പെർമിഷനും റിക്വസ്റ്റും, അതായത് നമ്മുടെ ഒരു ഓഫീസ് അങ്ങനെ സംബന്ധമായ നമ്മൾ വളരെ ഫോർമലായിട്ട് സംസാരിക്കുന്ന അങ്ങനെയുള്ള സംസാരങ്ങളിലൊക്കെയാണ് മേ കൂടുതലും യൂസ് ചെയ്യുന്നത്. യു മേ ലീവ് ദ റൂം, എനിക്കിപ്പോൾ തന്നെ റൂം വിട്ടു പോവാം. ഷെറിൻ മേ ജോയിൻ ആസ് ലേറ്റർ, ഷെറിൻ നമ്മളുടെ കൂട്ടത്തിൽ പിന്നീട് ചേരും, അതൊരു സാധ്യതയാണ്. മേ ഐ കം ഇൻ, ഞാൻ അകത്ത് വന്നോട്ടെ. അടുത്തത് മൈറ്റ്, യൂസ് ടു എക്സ്പ്രസ് ലോവർ ലൈക്ലിഹുഡ് ഓഫ് ആൻ ആക്ഷൻ ഓർ ഈവൻ ടേക്കിംഗ് പ്ലേസ്. അപ്പോൾ നമ്മൾ ഒരു നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്, അതിന് 100% സാധ്യതയില്ല, സാധ്യത കുറവുള്ള ഒരു കാര്യം. വി മൈറ്റ് ഗോ ടു ദി പാർട്ടി ഇഫ് വി ഫിനിഷ് അവർ വർക്ക്, ഞങ്ങൾ പാർട്ടിക്ക് പോകും എങ്ങനെയാണെങ്കിൽ, ഞങ്ങളുടെ വർക്ക് ഫിനിഷ് ആവുകയാണെങ്കിൽ. അവിടെ 100% പോകും എന്ന് പറയാൻ പറ്റില്ല, വർക്ക് തീരുന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മൈറ്റ് ആണ് യൂസ് ചെയ്യുക. അടുത്തത് മസ്റ്റ്, യൂസ് ടു എക്സ്പ്രസ് നെസസിറ്റി, സ്ട്രോങ് ഒബ്ലിഗേഷൻ ഓർ സംതിങ് മാൻഡേറ്ററി. നമ്മൾ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ, അതുപോലെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ളതിനൊക്കെ മസ്റ്റ് ആണ്. യു മസ്റ്റ് സബ്മിറ്റ് യുവർ അസൈൻമെന്റ്സ് ടുഡേ, അങ്ങനെ പറയില്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളെ, അല്ലെങ്കിൽ നിർബന്ധമായും ചെയ്യണമെന്ന് പറഞ്ഞ് മറ്റൊരാളെ നമ്മൾ നിർദ്ദേശിക്കുമ്പോൾ അവിടെ മസ്റ്റ് ആണ് ചേർത്ത് പറയുക. യു മസ്റ്റ് വിയർ എ സീറ്റ് ബെൽറ്റ് വൈൽ ഡ്രൈവിംഗ്, ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും എന്ത് ധരിച്ചിരിക്കണം? സീറ്റ് ബെൽറ്റ്. യു മസ്റ്റ് ഫിനിഷ് യുവർ അസൈൻമെന്റ് ബൈ ടുമോറോ, നാളെ തന്നെ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഷാൽ, used to express a suggestion or offer future actions used with I and we. ഷാല് ഒരു നിർദ്ദേശം പറയാൻ വേണ്ടിയിട്ടാണ്, അതായത് പിന്നീട് ഫ്യൂച്ചർ റെഫറൻസ് ആണ്, ഫ്യൂച്ചർ ആക്ഷൻസിൽ പിന്നീട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ പറ്റി അങ്ങനെയുള്ള ഓഫറൊക്കെ കൊടുക്കാനാണ് ഷാൽ യൂസ് ചെയ്യുന്നത്. ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഐ അല്ലെങ്കിൽ വിയുടെ കൂട്ടത്തിൽ ആണ്. ഐ ഷാൽ ഓർ വി ഷാൽ. എക്സാമ്പിൾസ് പുസ്തകത്തിലുണ്ട്. ഷാൽ വി ഗോ ഫോർ എ വോക്ക്, നമ്മൾക്കൊന്ന് നടക്കാൻ പോയാലോ, ഇതൊരു ഓഫറായിട്ടോ സജഷൻ ആയിട്ടോ എടുക്കാം. നടക്കാൻ പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പം പോയി കഴിഞ്ഞിട്ടില്ല, പിന്നീട് വരാൻ പോകുന്ന ഒരു ആക്ഷനെ പറ്റിയുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഓഫറോ ആണ് ഷാൽ ഉപയോഗിച്ച് ചെയ്യുക. ഐ ഷാൽ റിട്ടേൺ ബൈ നൂൺ, ഞാൻ ഉച്ചയാകുമ്പോഴേക്ക് വരും. ഷുഡ് used to express what is best or proper and for giving advice, suggestion or recommendation. നമ്മൾ മറ്റൊരാളോട് ഒരു നിർദ്ദേശം കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയോ ഇതാണ് ഏറ്റവും നല്ലത്, ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിനകത്ത് എപ്പോഴും ഷുഡ് ആയിരിക്കും വരിക. ക്ലാസ് റൂം സിറ്റുവേഷൻസിലൊക്കെ എപ്പോഴും ടീച്ചേഴ്സ് പറയുന്നതാണ് യു ഷുഡ് സബ്മിറ്റ് യുവർ അസൈൻമെന്റ്സ് അല്ലെങ്കിൽ യു ഷുഡ് ഡു ദിസ് ദാറ്റ്. അങ്ങനെ എപ്പോഴും നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്ന ഒരു സെന്റൻസിന്റെ മീനിങ് വരണമെങ്കിൽ അവിടെ ഷുഡ് ആണ് ചേർക്കേണ്ടത്. യു ഷുഡ് സീ എ ഡോക്ടർ ഇഫ് യു ഫീൽ അൺവെൽ, നിനക്ക് സുഖമില്ലെങ്കിൽ നീ ഉറപ്പായിട്ടും ഡോക്ടറെ കാണണം. നെക്സ്റ്റ് വൺ വിൽ ആണ്. യൂസ് ടു എക്സ്പ്രസ് ഫ്യൂച്ചർ ആക്ഷൻസ് ഓർ ഡിസിഷൻസ്, ഭാവിയിലേക്കുള്ള ആക്ഷൻസ് ഡിസിഷൻസ് ഇതിൻ്റെ കൂട്ടത്തിലെല്ലാം വില്ലാണ്. വിൽ നമുക്കറിയാം എപ്പോഴും നമ്മൾ ഫ്യൂച്ചർ ടെൻസിലാണ് യൂസ് ചെയ്യാറുള്ളത്. ഐ വിൽ കോൾ യു ടുമോറോ, നിന്നെ ഞാൻ നാളെ വിളിക്കാം. അടുത്തത് വുഡ്. യൂസ് ടു എക്സ്പ്രസ് പൊളൈറ്റ് റിക്വസ്റ്റ്, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് ഓർ പാസ്റ്റ് ഹാബിറ്റ്. യൂസ് ടു എക്സ്പ്രസ് പൊളൈറ്റ് റിക്വസ്റ്റ്, വിനീതമായിട്ടുള്ള അപേക്ഷകൾ, അങ്ങനെ എന്തെങ്കിലും അനുവാദം ചോദിക്കുക, നമ്മൾ വളരെ താഴ്മയോടെ ചോദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ വുഡ്. അതുപോലെ തന്നെ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ്, നമ്മൾ സാധ്യതയുള്ള അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടൊക്കെ പറയുന്നിടത്ത്. അതുപോലെ പാസ്റ്റ് ഹാബിറ്റ്, പണ്ടുണ്ടായിരുന്ന ഹാബിറ്റ്, അതോടെയൊക്കെ വുഡാണ് യൂസ് ചെയ്യുക. വുഡ് യു മൈൻഡ് ക്ലോസിങ് ദ ഡോർ, നിനക്ക് ഡോറ് അടയ്ക്കുന്നതിന് എന്തെങ്കിലും വിരോധമുണ്ടോ, അവിടെ പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. ഇഫ് ഐ വെയർ റിച്ച് ഐ വുഡ് ട്രാവൽ ദ വേൾഡ്, ഞാൻ വളരെ ധനികനായി മാറുകയാണെങ്കിൽ ഞാൻ ലോകം മുഴുവൻ ട്രാവൽ ചെയ്യും. അവിടെ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് ആണ്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനു മുമ്പുള്ള എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. ഈ വുഡ് ചേർത്തിട്ട് എപ്പോഴും ഗ്രാമർ ക്വസ്റ്റ്യൻസ് യു പിയിലൊക്കെ വരാറുള്ളതാണ്, യു പി ക്ലാസ്സുകളിലൊക്കെ വരാറുള്ള, അല്ലെങ്കിൽ ഹൈസ്കൂളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ ചോദിക്കാറുള്ളതാണ്, നിങ്ങൾക്കറിയാമായിരിക്കും. ദെൻ ought to, യൂസ് ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻ ഓർ ഡ്യൂട്ടി, നമ്മുടെ കടപ്പാട് അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കടമ, ഇതിനൊക്കെയാണ് ought to. ഗീവ് അഡ്വൈസ് ഓർ സജഷൻസ്, യൂസ് ടു എക്സ്പ്രസ് പ്രോബബിലിറ്റി ഓർ എക്സ്പെക്ടേഷൻ, നിർബന്ധമായിട്ടും ചെയ്യണം അല്ലെങ്കിൽ ഇതൊരു നിങ്ങളുടെ കടമയാണ് എന്ന് വരുന്നിടത്തൊക്കെ ought to ആണ് ചെയ്യേണ്ടത്. യു ought to റെസ്പെക്ട് യുവർ എൽഡേഴ്സ്, നീ നിന്റെ മുതിർന്നവരെ ഉറപ്പായും ബഹുമാനിക്കണം. യു ought to see a doctor about that cough, നിനക്ക് നല്ല ചുമയുണ്ട്, അതുകൊണ്ട് നീ ആ ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്. ദിസ് ബുക്ക് ought to help you with your research, നിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബുക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇംഗ്ലീഷിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മോഡൽ ഓക്സിലിയറി വെർബ്സ്. ഇനി നെക്സ്റ്റ് നമുക്കിതിൻ്റെ എക്സസൈസ് തന്നിട്ടുണ്ട് പുസ്തകത്തിൽ. ഞാനിവിടെ ഓപ്ഷൻസ് മാത്രമേ എഴുതി കാണിക്കുന്നുള്ളൂ, നിങ്ങൾ ടെക്സ്റ്റ് ഉപയോഗിച്ച് നോക്കുക. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് വിത്ത് അപ്രോപ്രിയേറ്റ് മോഡൽ ഓക്സിലിയറി. ഫസ്റ്റ് വൺ വരുന്നത് യു ഡാഷ് ഫിനിഷ് യുവർ ഹോംവർക്ക് ബിഫോർ ഗോയിങ് ഔട്ട് ടു പ്ലേ, നീ കളിക്കാൻ പോകുന്നതിന് മുൻപ് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അവിടെ നിർബന്ധമായും ചെയ്യണം എന്ന് വരുന്നത് കൊണ്ട് എന്താണ് മസ്റ്റ്. സെക്കൻഡ് വൺ ഐ ഡാഷ് ഗോ ടു ദി ജിം ദിസ് ഈവനിങ് ബട്ട് ഐ ആം നോട്ട് ഷുവർ, ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷെ ഞാൻ ഒരു പക്ഷേ പോയേക്കാം. അപ്പം അവിടെ എന്താണ് ഐ മൈറ്റ് ഗോ ടു ദി ജിം ദിസ് ഈവനിങ് ബട്ട് ഐ ആം നോട്ട് ഷുവർ. തേർഡ് വൺ ഡാഷ് യു ഹെൽപ്പ് മീ വിത്ത് ദിസ് ഹെവി ബാഗ് പ്ലീസ്, ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് ഹെവി ബാഗ് പ്ലീസ്, ഈ വലിയ ബാഗ് എടുക്കാൻ നിന്നെ സഹായിക്കുമോ, അവിടെ കുഡും കറക്റ്റ് ആണ്, വുഡും കറക്റ്റ് ആണ്. ഫോർത്ത് വൺ ഇഫ് ഐ were the manager I dash open a creche for my employees, creche എന്ന് പറയുന്നത് ബേബീസിനെയൊക്കെ നോക്കാനായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഞാനാണ് മാനേജറെങ്കിൽ ഞാൻ എൻ്റെ ജോലിക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ അങ്ങനെ ഒരു സ്ഥലം കൂടി ഏർപ്പെടുത്തിയേനെ. അവിടെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്, അതായത് മാനേജർ ആയിട്ടില്ല, ഇഫ് ഐ വെയർ ദ മാനേജർ ആണ്, അപ്പോൾ അവിടെ വുഡ് ആണ് വരിക. അടുത്തത് വി ഡാഷ് ബി ലേറ്റ് ഇഫ് വി ഡോണ്ട് ലീവ് നൗ, ഇപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ലേറ്റ് ആവും. അത് ഫ്യൂച്ചർ ടെൻസ് ആണ് ലേറ്റ് ആവുന്നത്, അപ്പോൾ അവിടെ എന്താണ് വില്ല്. സിക്സ്ത് സ്റ്റുഡൻസ് ഡാഷ് സബ്മിറ്റ് ദെയർ അസൈൻമെന്റ്സ് ബൈ
ഫ്രൈഡേ. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുക്കുക, നിർബന്ധമായി ചെയ്യണം എന്നൊക്കെ പറയുമ്പം അവിടെ ഷുഡ് ആണ് വരിക, ഷുഡ്. 7th, അൻഷു ഡാഷ് പ്ലേ ദ പിയാനോ വെൻ ഷി വാസ് ജസ്റ്റ് 5 years old. 5 വയസ്സുണ്ടായിരുന്നപ്പോഴേ അൻഷു പിയാനോ വായിക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ കുഡ്. അടുത്തത്, യു ഡാഷ് ടു വിയർ എ ഹെൽമെറ്റ് വൈൽ റൈഡിങ് എ മോട്ടോർ സൈക്കിൾ. ഇവിടെ നിർബന്ധമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ആണ്. അപ്പോൾ അവിടെ വരേണ്ടത് ought to ആണ്. യു ought to wear a helmet while riding a motorcycle. 9th, dash we go to the park this weekend. Shall we go to the park this weekend? ഈ ആഴ്ച നമുക്ക് അങ്ങോട്ട് പോയാലോ. അവിടെ ഫ്യൂച്ചർ ആക്ഷനെ പറ്റിയുള്ള ഒരു ഓഫറാണ്. അടുത്തത്, ശിവാനി ഡാഷ് നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ് ബിക്കോസ് ഓഫ് ഹർ ഇൽനെസ്. സാധ്യതയില്ല. അപ്പോൾ ശിവാനി ഈ ആഴ്ച ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധ്യതയില്ല. ശിവാനി മേ നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ് ബിക്കോസ് ഓഫ് ഹർ ഇൽനെസ്. എക്സസൈസ് ബിയിൽ പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചർ അമൃതയുടെ ലൈഫിൽ നിന്നുള്ളതാണ്. Showcasing how she balances her daily activities with dedication and enthusiasm. Complete the sentences below, each pictures using the appropriate modal auxiliary. Modal auxiliary ഉപയോഗിച്ച് ആ വിട്ടുപോയ ഭാഗങ്ങൾ നമ്മൾ ഫിൽ ചെയ്യണം. Waiting for the bus. Amrita must be punctual to catch the bus every morning. She should carry an umbrella in case it rains. She must not forget her bus concession card before leaving home. Sitting in the class. Amrita should take notes to revise later for her exams. She will need to discuss her doubts with her classmates after class. She might ask questions if she doesn't understand something. Amrita could find the reference book she needs for her project here. She ought to maintain silence to avoid disturbing others. She can borrow a novel to read later. Watching TV. Amrita must limit her screen time to maintain a healthy routine. She may watch an educational program to learn something new. She should invite her family to watch a show together for bonding time. ഇവിടെ ഈ ഫില്ല് ചെയ്തിരിക്കുന്ന ഓക്സിലിയറിക്ക് പകരം മറ്റുള്ള ഓക്സിലിയറീസും ചില ആൻസേഴ്സിൽ ചേരാം. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. സ്പീക്കിംഗ് ലാബ്. ആർട്ട് ഓഫ് സ്മോൾ ടോക്ക്. സ്മോൾ ടോക്ക് is a form of casual conversation on non-controversial topics. It is often used as an icebreaker to build rapport and establish a connection. Small talk can make people feel more comfortable and create positive first impressions. സ്മോൾ ടോക്ക് എന്ന് പറയുന്നത് കാഷ്വൽ കോൺവെർസേഷൻ ആണ്. സാധാരണ നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത്. അത് വലിയ കോൺട്രവേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ വിവാദം, വലിയ വലിയ കാര്യങ്ങളെപ്പറ്റി ഒന്നുമല്ല, ചെറിയ കാര്യങ്ങളെപ്പറ്റി. നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അവരുമായിട്ട് നമുക്കൊരു അപരിചിതത്വം ഉണ്ടെങ്കിൽ അതാണ് ഒരു ഐസ് ബ്രേക്കർ എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു അപരിചിതത്വം ഒഴിവാക്കാനും നമ്മൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കാനും. റാപ്പോ എന്നാണത് വായിക്കുക. റാപ്പോ എന്ന് പറഞ്ഞാൽ ഒരു കോണ്ടാക്റ്റ്, ഒരു മ്യൂച്വൽ കോണ്ടാക്റ്റ് ഉണ്ടാക്കാനും ഒക്കെയാണ് നമ്മൾ സ്മോൾ ടോക്ക് ഉപയോഗിക്കുന്നത്. സ്മോൾ ടോക്കിലൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാനും അതുപോലെ ഒരു പോസിറ്റീവ് ഇംപ്രഷൻ ആദ്യമേ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ കോളേജിൽ ആദ്യത്തെ ദിവസം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ മറ്റു കുട്ടികളെ പരിചയം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ഒരു സ്മോൾ ടോക്ക് നടത്തും. അതാണ് ഈ സ്മോൾ അതായത് ഒരു ഐസ് ബ്രേക്കർ ആയിട്ട് സാധാരണ രീതിയിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങും. അങ്ങനെ നമ്മൾക്കിടയിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവുകയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനും സാധിക്കും. അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെപ്പറ്റിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. സ്മോൾ ടോക്ക് യൂഷ്വലി ഫോളോസ് എ പാറ്റേൺ ഇൻവോൾവിംഗ് സ്ട്രാറ്റജീസ് ഫോർ ഓപ്പണിംഗ്, സസ്റ്റെയിനിങ് ആൻഡ് ക്ലോസിംഗ് ദ കോൺവെർസേഷൻ. അതിനൊരു പാറ്റേൺ ഉണ്ട്.
ഓപ്പണിംഗ് ഉണ്ട്, അതുപോലെ സസ്റ്റെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ ആ തുടങ്ങിയ കോൺവെർസേഷൻ നിലനിർത്തി, അതായത് ഒന്ന് സംസാരിച്ചു പിന്നെ നിർത്തി പോവാതെ അതൊന്ന് തുടർന്ന് പോകാനുള്ള ഒരു closing of the conversation. One of the best strategies that can be used to start a conversation with known and unknown individuals is IRSF: initiate, respond, sustain and follow up. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു സ്മോൾ ടോക്ക് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു സ്റ്റെപ്പ് ഉണ്ട്. അതാണ് ഇനീഷ്യേറ്റ്, റെസ്പോണ്ട്, സസ്റ്റെയിൻ ആൻഡ് ഫോളോ അപ്പ്. It is helpful to know the routine expressions for each of these phases of the conversation. ഇനി ഈ 4 സ്റ്റെപ്പുകളെ പറ്റി നമ്മളോട് ഒരു സെന്റൻസ് ആയിട്ട് താഴേക്ക് പറയുന്നുണ്ട്. അതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്മോൾ ടോക്ക്. ബിൽഡ് റാപ്പോ ടു എസ്റ്റാബ്ലിഷ് a friendly and comfortable connection with others. നമ്മൾ തുടക്കത്തിൽ തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ദേഷ്യപ്പെട്ട് ചാടിയൊക്കെ സംസാരിക്കാതെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സംഭാഷണം ആയിരിക്കണം എപ്പോഴും തുടങ്ങേണ്ടത്. അപ്പോൾ മറ്റൊരാളെ, നമ്മൾ ആദ്യം കണ്ടുമുട്ടുന്ന ആ ഒരാളെ നമ്മൾ ഒട്ടും വേദനിപ്പിക്കാതെ വിഷമിപ്പിക്കാതെ പോസിറ്റീവായിട്ട് അവരെ കംഫർട്ടബിൾ ആയിട്ട് എടുത്തുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ. ബ്രേക്ക് ദ ഐസ് to initiate conversations and reduce awkwardness in a new or unfamiliar situations. നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ഒരാളോട് നമുക്ക് സംസാരിച്ച് നമുക്ക് എന്തായാലും അവരോട് സംസാരിച്ചേ പറ്റുള്ളൂ. കാരണം കുറേ സമയം നമ്മളിവിടെ ചെലവഴിക്കാൻ പോവാണ്. അപ്പം മിണ്ടാതെ പറ്റില്ല. അങ്ങനെയുള്ളപ്പം ആ ഒരു അപരിചിത ഭാവം ഒഴിവാക്കിയെടുക്കാനായിട്ട് നമ്മൾ കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്തെടുക്കണം. അതുപോലെ നമ്മളെപ്പോഴും ആ ഒരു സംസാര രീതിയിൽ ശ്രദ്ധിക്കണം. അടുത്തത് ഫോസ്റ്റർ എ റിലേഷൻഷിപ്പ് ടു ലേ ദ ഫൗണ്ടേഷൻ ഫോർ ഡീപ്പർ ആൻഡ് മോർ മീനിങ് ഇൻട്രാക്ഷൻസ്. അപ്പോൾ നമ്മൾ റാപ്പോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം, സംസാരം തുടങ്ങിയതിന് ശേഷം നമ്മളൊരു ഡീപ്പർ ആയിട്ടുള്ള മീനിങ് ആയിട്ടുള്ള അർത്ഥമുള്ള ഇൻട്രാക്ഷൻസിലേക്ക് കടക്കണം, സംഭാഷണത്തിലേക്ക് കടക്കണം. നെറ്റ്വർക്കിംഗ് ടു ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പാൻഡ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ കണക്ഷൻസ്. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മുടെ ജോലി അല്ലെങ്കിൽ പഠിത്തത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളുമൊക്കെ സംസാരിച്ച് ആ സംസാരം നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കണം. ഇനി താഴെ ഒരു ബോക്സിൽ എറ്റിക്കറ്റ് ഫോർ സ്മോൾ ടോക്ക് എന്ന് പറഞ്ഞാൽ റൂൾസ് ഫോർ സ്മോൾ ടോക്ക്, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നാണ്. ഡൂസ്: സ്റ്റാർട്ട് വിത്ത് എ സ്മൈൽ ആൻഡ് ഫ്രണ്ട്ലി ടോൺ, എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ട് തുടങ്ങുക. ഡോൺട്സ്: അവോയ്ഡ് സ്റ്റാർട്ടിങ് വിത്ത് കംപ്ലൈൻസ് ഓർ നെഗറ്റിവിറ്റി. ഇപ്പോൾ ക്ലാസ് റൂം സിറ്റുവേഷൻസിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ചെല്ലുമ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടാൽ, ഒരാളെ പരിചയപ്പെട്ടാൽ ചിരിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങുക. അല്ലാതെ ഓ ഇവിടെ അപ്പടി സൗണ്ട് ആണല്ലോ, ഇവിടെ ഒട്ടും കൊള്ളില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരം തുടങ്ങാതെ ഇരിക്കുക. സെക്കൻഡ്, ചൂസ് ന്യൂട്രൽ ലൈറ്റ് ടോപ്പിക്സ്. ആദ്യമോ പേഴ്സണൽ ആയിട്ടുള്ളോ പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മളുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമോ? ഇല്ല. ഒരു പരിചയമില്ലാത്ത ഒരാളോട് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ന്യൂട്രൽ ആയിട്ടുള്ള, നമുക്ക് 2 പേർക്കും ആ ഒരു ക്ലാസ് റൂമിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക, അവർക്ക് 2 പേർക്കും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുക. ഡോണ്ട് ഡിസ്കസ് കോൺട്രവേഴ്ഷ്യൽ ഓർ സെൻസിറ്റീവ് ഇഷ്യൂസ്. വലിയ വിവാദം ഉണ്ടാക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ആദ്യമേ ചാടിക്കേറി സംസാരിച്ച് തുടങ്ങാതിരിക്കുക. അപ്പം അതിൻ്റെ എക്സാമ്പിൾ ഇപ്പുറത്ത് തന്നിട്ടുണ്ട്. ദ വെദർ ഈസ് സോ നൈസ് ടുഡേ ഇസ്ൻ്റ് ഇറ്റ്. ഇന്ന് നല്ല കാലാവസ്ഥയാണ് അല്ലേ? അപ്പോൾ ചെയ്യരുതാത്തത് വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദി ഇലക്ഷൻ റിസൾട്ട്. ഇലക്ഷൻ്റെ റിസൾട്ടിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? നമ്മൾ ചിലപ്പോൾ സംസാരിക്കുന്ന ആൾ നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടിയിലായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന രീതിയിലായിരിക്കില്ല രാഷ്ട്രീയത്തെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ ആദ്യമേ ഒഴിവാക്കുക. ആസ്ക് open-ended questions to encourage dialogue. Don't dominate the conversation by talking only about yourself. 2 പേർക്കും സംസാരിക്കാവുന്ന രീതിയിലുള്ള വിഷയങ്ങളെ പറ്റി അല്ലെങ്കിൽ എല്ലാവർക്കും മറുപടി പറയാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അല്ല നമ്മളെപ്പറ്റി മാത്രം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കരുത്. വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഫോർ ഫൺ. നിങ്ങൾ എന്തൊക്കെയാണ് തമാശയ്ക്കായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒഴിവ് സമയം എങ്ങനെ ചെലവഴിക്കുന്നു, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. ഐ ഓൾവേസ് ഗോ ഹൈക്കിംഗ് എവറി വീക്കെൻഡ്
യു ഷുഡ് ട്രൈ ഇറ്റ് ടു. ഞാൻ എല്ലാ ആഴ്ചയിലും ഹൈക്കിങ്ങിന് പോകും, നിങ്ങളും ശ്രമിച്ചു നോക്കൂ. നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഇഷ്ടമാവണമെന്ന് ഇല്ല. അപ്പോൾ നമ്മൾ ഒരു സംഭാഷണത്തിൽ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യമേ അടിച്ച് ഏൽപ്പിക്കാതിരിക്കുക. ലിസൺ ആക്റ്റീവ്ലി ആൻഡ് ഷോ ജെനുവിൻ ഇൻട്രസ്റ്റ്. മറ്റൊരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ മറുപടി പറയുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കി ഇരിക്കാതിരിക്കുക. അതായത് ആ പറയുന്ന കാര്യത്തിനെ ശ്രദ്ധിച്ച് നോക്കുക, മറുപടി പറയുക. ചിലരുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ ശ്രദ്ധിക്കത്തേയില്ല, അവിടെ ഇവിടെയൊക്കെ നോക്കി ഇരിക്കുക. അപ്പം നമുക്ക് സംസാരിക്കാൻ തോന്നില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കുക. ഡോണ്ട് ഇൻറപ്റ്റ് ഓർ കട്ട് അതേഴ്സ് ഓഫ് മിഡ് സെൻറ്റൻസസ്. മറ്റുള്ളവർ പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക. എക്സാമ്പിൾ, ദാറ്റ് സൗണ്ട്സ് ഫാസിനേറ്റിംഗ്, ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ദാറ്റ് ഹോബി. അത് വളരെ രസകരമാണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എങ്ങനെയാണ് ആ ഹോബിയിലേക്ക് ചെന്നത്. യാ ഐ നോ വാട്ട് യു മീൻ. ഇപ്പോൾ ഒരാൾ പറഞ്ഞുകൊണ്ട് വരുമ്പോഴേ നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക. അടുത്തത്, ബി പൊളൈറ്റ് ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ഓഫ് അതേഴ്സ് ഒപ്പീനിയൻ. നമ്മളെപ്പോഴും മറ്റുള്ളവരോട് വിനയമുള്ളവരും മറ്റുള്ളവർ പറയുന്നത് അംഗീകരിക്കുകയും ചെയ്യുക. ഡോണ്ട് ഓവർ ഷെയർ പേഴ്സണൽ ഓർ ഇൻഅപ്രോപ്രിയേറ്റ് ഡീറ്റെയിൽസ്. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആദ്യമേ പരിചയപ്പെടുന്നവരോടൊക്കെ ഷെയർ ചെയ്യാതിരിക്കുക. അതുപോലെ ഇൻഅപ്രോപ്രിയേറ്റ്, അതായത് ആ സംഭാഷണത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കണം. എപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് വിനയമുള്ളവരെങ്കിൽ അവർ പറയുന്ന കേൾക്കണം എന്ന് പറയുന്നത്, നമ്മൾ അവരുടെ അഭിപ്രായങ്ങൾ റെസ്പോണ്ട് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് വേണ്ടതാണെങ്കിൽ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ മതി. എങ്കിലും മറ്റുള്ളവരുടെ സംഭാഷണ മധ്യേ നമ്മളത് നമ്മുടെ അനിഷ്ടം പ്രകടിപ്പിക്കാതിരിക്കുക. എക്സാമ്പിൾ വന്നിട്ടുണ്ട്, യുവർ ഡൊമസ്റ്റിക് വർക്കർ ഈസ് എഫിഷ്യൻറ്റ്. നിങ്ങളുടെ വീട്ടുജോലി ചെയ്യുന്നയാൾ നല്ല എഫിഷ്യൻ്റ് ആണല്ലോ. മൈ മെയ്ഡ് ഈസ് സോ ഇൻഎഫിഷ്യൻറ്റ്, വെയർ ക്യാൻ ഐ ഫൈൻഡ് ഗുഡ് വൺസ് ലൈക്ക് യു യുവേഴ്സ്. എൻ്റെ മെയ്ഡ്, എൻ്റെ സെർവൻറ്റ് വളരെ ഇൻഎഫിഷ്യൻ്റ് ആണ്, ജോലിയൊന്നും ചെയ്യില്ല. എവിടെയാണ് നിങ്ങളുടെ ആളെ പോലെയുള്ള ഒരാളെ കണ്ടെത്താനാവുക. അതാണ് അവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത്. ഹിയർ ആർ സം സാമ്പിൾ small talk conversation illustrating how one can initiate, respond, sustain and close small talk in different settings. Ask students to role play. ഇവിടെ എങ്ങനെയാണ് ഈ 4 കാര്യങ്ങൾ, അതായത് ഇനീഷ്യേറ്റ്, റെസ്പോണ്ട്, സസ്റ്റെയിൻ, ക്ലോസിങ്, ഈ 4 സ്റ്റെപ്പാണ് സ്മോൾ ടോക്കിന് വേണ്ടതെന്ന് പറഞ്ഞു. ഈ സ്മോൾ ടോക്കിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതൊരു ക്ലാസ് റൂം സിറ്റുവേഷനിൽ റോൾ പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഈ 4 രീതിയിൽ ഈ ഇനിഷ്യേറ്റ്, റെസ്പോണ്ട്, സസ്റ്റെയിൻ, ക്ലോസിങ്, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സും കൂടി ഇതൊരു റോൾ പ്ലേ ചെയ്തു നോക്കൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത്, ആസ്കിങ് ഫോർ ഡിറക്ഷൻസ് ടു ദി കോളേജ് ക്യാൻറ്റീൻ. കോളേജ് ക്യാൻറ്റീനിലേക്ക് എങ്ങനെ പോവാമെന്ന് നമ്മൾ ഒരാളോട് ചോദിക്കാൻ പോവാണ്. ഇനിഷ്യേറ്റ്, എക്സ്ക്യൂസ് മീ, കുഡ് യു ഹെൽപ്പ് മീ, ഐ ആം ട്രൈങ് ടു ഫൈൻഡ് ദ കോളേജ് ക്യാൻറ്റീൻ. എന്നെ ഒന്ന് സഹായിക്കാമോ, എനിക്ക് കോളേജ് ക്യാൻറ്റീനിലേക്കുള്ള വഴി പറയാമോ. ഷുവർ, ഇറ്റ്സ് ജസ്റ്റ് അക്രോസ് ദ മെയിൻ ബിൽഡിംഗ് നെക്സ്റ്റ് ടു ദി ന്യൂ ലാംഗ്വേജ് ബ്ലോക്ക്. ഇതിലെ ജസ്റ്റ് മെയിൻ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തായിട്ടാണ്, അവിടെ ന്യൂ ലാംഗ്വേജ് ബ്ലോക്ക് ഉണ്ട്, അവിടെയാണ്. ഓ ഗ്രേറ്റ്, ഇറ്റ് ഈസ് ഈസി ടു സ്പോട്ട് വൺസ് ഐ ആം നിയർ ദ ലാംഗ്വേജ് ബ്ലോക്ക്. ലാംഗ്വേജ് ബ്ലോക്കിനടുത്തായതുകൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. Yes, it's pretty obvious. You will see sign for the canteen as you walk down the road. താഴേക്ക് പോകുമ്പം ക്യാൻറ്റീനിൻ്റെ സൈൻ ബോർഡ് കാണാം. Thanks. By the way, do you know if they serve snacks all day or it is just meals at certain times? സ്നാക്സ് എല്ലാ സമയത്തും അവൈലബിൾ ആണോ, അതോ മീൽസ് കൃത്യമായ സമയത്ത് മാത്രമേ കിട്ടുകയുള്ളൂ, മീൽസ് മാത്രമേ ഉള്ളൂ. They usually have snacks available throughout the day, but meals are served only during lunch hours. സ്നാക്സ് ഡേ ഫുൾ അവൈലബിൾ ആണ്, ലഞ്ച് ടൈമിൽ മാത്രമേ മീൽസ് ഉണ്ടാവുകയുള്ളൂ. ക്ലോസിങ്, ദാറ്റ്സ് ഗുഡ് ടു നോ, താങ്ക്സ് സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്, യു ആർ വെൽക്കം, എൻജോയ് യുവർ ലഞ്ച്, താങ്ക്സ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. ഇതാണ് ഇതിൻ്റെ ക്ലോസിങ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടതും റെസ്പോണ്ട് ചെയ്യേണ്ടതും സസ്റ്റെയിൻ ചെയ്യേണ്ടതും ക്ലോസിങ്ങും. അപ്പം ഇനീഷ്യേഷൻ എന്ന സ്റ്റെപ്പിൽ നമ്മൾ സംസാരം ചോദിച്ച്, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്,
അത് എന്താണോ നമുക്ക് അറിയേണ്ടത് അത് നമ്മൾ ചോദിക്കുന്നു. റെസ്പോണ്ട് അതിൻ്റെ മറുപടി കറക്റ്റായിട്ട് പറയും. സസ്റ്റെയിൻ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറയുന്നത്, ചോദിച്ച് മനസ്സിലാക്കുന്നത്. അവസാനം നമ്മൾ ഗ്രീറ്റിംഗ്സ് പറഞ്ഞ് പിരിയുന്നു. അപ്പോൾ ഇനി ഇതുപോലെ 3-4 കോൺവെർസേഷൻസ് തന്നിട്ടുണ്ട്. അത് വളരെ ഈസി ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നുന്നില്ല. ഇനി തോന്നണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇത്രയും ഇത് ബാക്കി സിമ്പിളാണ്. അപ്പം ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പുസ്തകത്തിൻ്റെ എൻഡിൽ തന്നിരിക്കുന്ന മോഡൽ ക്വസ്റ്റ്യൻസിൽ ഇത് പാർട്ട് ബിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വായിച്ച് പഠിച്ചിട്ട് എക്സാമിന് പോവുക.